ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാ കുക്കിംഗ് വീഡിയോ പോലത്തെ ഒരു വീഡിയോ അല്ല. ഞാനിപ്പോൾ വിട്ടുമാറാത്ത ചുമ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഒരൊറ്റമൂലി എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ആടലോടകത്തിൻ്റെ ഇലയാണ്. ആടലോടകം അറിയാലോ, ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പച്ചിലയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വിട്ടുമാറാത്ത ചുമയ്ക്കുള്ള ഈ മരുന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആടലോടകത്തിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇല എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റ സംഖ്യ വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ 3 ഇല, അല്ലെങ്കിൽ 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യ കണക്കിനായിരിക്കണം ഇലയുടെ എണ്ണ എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇത്രയും ചെറിയ ഉള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇലയുടെ എണ്ണം കൂട്ടിയെടുക്കുമ്പോൾ അതേപോലെ തന്നെ ചെറുള്ളിയും കൂട്ടിയെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുക്കണ ഇലയിൽ ചെറിയ ചെറിയ കുത്തുകളോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഇല്ലേ, അതൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇല പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ഇതുണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയില്ലേ, അത് 4 ആക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആടലോടകത്തിൻ്റെ ഇലയും മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് അരച്ചെടുത്തിട്ട് അതിനെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാനായിട്ടും പറ്റും. ചിലപ്പോൾ ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാനായിട്ട് അറിയായിരിക്കും. തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ. അതിപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാം. 1 ടീസ്പൂണോളം കേട്ടോ. മുഴുവൻ കുരുമുളക് അതെ 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. 3 മുട്ടയിൽ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുള്ളൂ. പിന്നെ മുട്ട എടുക്കുമ്പോൾ നാടൻ മുട്ടയാണെങ്കിൽ ഒന്നും കൂടിയും നമുക്കത് ഫലം ചെയ്യും. പിന്നെ നാടൻ മുട്ട അതൊക്കെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സാധാ കോഴിമുട്ടയിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തിനും നമ്മുടെ കയ്യിൽ പരിഹാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ല പോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കില്ല കേട്ടോ. ഉപ്പിടാണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നല്ല പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആടലോടകത്തിൻ്റെ അരപ്പും മുട്ടയെല്ലാം കൂടി നല്ല പോലെ മിക്സായി വരണം. ഇത്രയും നല്ല പോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. പിന്നെ ഈ ഒറ്റമൂലി കഴിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് കഴിക്കണം. ഒന്നില്ലെങ്കിൽ 3 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം, അങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കണം. എന്നാലാണ് നമുക്ക് ഫലം കിട്ടുള്ളൂ. ഇതും ഒറ്റ സംഖ്യ കണക്കിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ആവരുത്, നല്ലെണ്ണ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനിത് മറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് തന്നെ വെന്ത് കിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെ രീതിയിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കല്ലേ, അതുപോലെയും ഉണ്ടാക്കിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. തീർച്ചയായിട്ടും മാറി കിട്ടും. ഇത് ഞങ്ങൾ കഴിക്കാറുള്ളതാണ് കേട്ടോ. ചുമയൊക്കെ ഇതുപോലെ പല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചുമ അങ്ങനെ പോവില്ലല്ലോ, കുറേ ദിവസങ്ങൾ നിൽക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഇത് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഇതാണിത്, ഒരു ഒറ്റമൂലിയാണിത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് 3, 5, 7 ഇങ്ങനെ 9 അങ്ങനെയില്ലേ, ആ ഒറ്റ സംഖ്യ കണക്കിലെടുത്ത് കഴിക്കാനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് മാറും, ഉറപ്പാണ്.
അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.